ഹലോ. അപ്പോൾ ഇന്ന് അസർബൈജാൻ ട്രാവൽ ബ്ലോഗിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഡേ 4 നമ്മൾ പോയത് ഗോബുസ്ഥാൻ മഡ് വോൾക്കാനോ കാണാനാണ്. നമ്മൾ സ്റ്റേ ചെയ്യുന്നിടത്തു നിന്ന് 1 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. നമ്മുടെ കാറിൽ നിന്ന് മാറി വേറൊരു കാറിലാണ് അവർ ഇത് കാണിക്കാനായിട്ട് കൊണ്ടുവന്നത്. ഇത് നല്ലൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ ഇതിലൂടെ പോകാൻ പറ്റിയ വണ്ടി മാത്രമേ അവരവിടെ അലോ ചെയ്യുന്നുള്ളൂ. ഒരു 20-25 മിനിറ്റുള്ള യാത്രയുണ്ട്. അവിടെ എത്തിയതിന് ശേഷം ഒരു 5-10 മിനിറ്റൊക്കെയാണ് അവർ നമുക്ക് തരുന്ന ടൈം. ഇതാണ് മഡ് വോൾക്കാനോ. ഇതുപോലെ കുമിളകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇത് നമുക്ക് വേറെ എവിടെയെങ്കിലും പോയാൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ്. ഇതാണ് ഇവിടെ നിന്ന് നോക്കിയാൽ മൊത്തത്തിലുള്ള വ്യൂ. ഇവിടുന്ന് നമുക്ക് കാസ്പിയൻ സീ ഒക്കെ കാണാം. ഫുൾ ഡ്രൈ ആയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല ചൂടും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോയത് ഒരു മ്യൂസിയത്തിലേക്കാണ്. ഇവിടെ മ്യൂസിയത്തിനും റോക്ക് ആർട്ട് കാണാനും കൂടെ ഒറ്റ ടിക്കറ്റാണ്. ഇവിടുത്തെ വ്യൂവും നല്ലൊരു വ്യൂ ആയിരുന്നു. നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷെ അതിനനുസരിച്ചുള്ള കാറ്റും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ അത്ര ടയേർഡായില്ല. അങ്ങനെ ഇവിടുന്ന് നമ്മൾ നേരെ പോയത് ഓൾഡ് ബാക്കുവിലോട്ടാണ്. നല്ല ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഷോപ്പിംഗ് ഏരിയ അതുപോലെ കുറേ റെസ്റ്റോറൻറ്റ്സും ഉണ്ട്. എനിക്ക് പേഴ്സണലായി തോന്നിയിട്ടുള്ളത് നിസാമി സ്ട്രീറ്റിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആണ് ഇവിടെ. ഇവിടെ നിന്ന് നമ്മൾ ശ്രീവംശാസ് പാലസിൽ പോയി. അവിടെ മ്യൂസിയം ഉണ്ടായിരുന്നു. അങ്ങനെ ആ പാലസിൻ്റെ ഫുൾ ഏരിയയും കണ്ടു. അങ്ങനെ പാലസ് കവർ ചെയ്ത് ഞങ്ങൾ മിനിയേച്ചർ ബുക്ക് മ്യൂസിയം കണ്ടു. ഇവിടെ നല്ല കുഞ്ഞി കുഞ്ഞി ബുക്സ് നമുക്ക് കാണാൻ സാധിക്കും. ഒരു സിം കാർഡിൻ്റെ അത്ര വരെ വലിപ്പമുള്ള ബുക്ക് വരെ കാണാൻ പറ്റി. അത് റീഡ് ചെയ്യാനുള്ള ലെൻസ് വരെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് മെയ്ഡൻ ടവർ. ഇതിൻ്റെ മുകളിലോട്ട് കയറാൻ പറ്റും. പക്ഷെ ഞങ്ങൾ എത്തിയപ്പോഴേക്കും അതിൻ്റെ ടൈമിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 6 മണി വരെയാണ് അവർ അലോ ചെയ്യുന്നത്. ഇത് ഓൾഡ് സിറ്റീൻ്റെ നൈറ്റ് വ്യൂ ആണ്. ഡിന്നർ ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ കഴിച്ചു. പിലാഫാണ് കഴിച്ചത്. പക്ഷെ അത് അത്ര ടേസ്റ്റ് ആയിട്ടൊന്നും തോന്നിയില്ല. അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് പോയി. ഡേ 5 നമ്മൾ പോയത് യാനാർ ദാഗിലോട്ടാണ്. ഇവിടെയാണ് ഫയർ മൗണ്ടൻ. ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറേ പേര് ഇത് ആരാധിക്കുന്നുണ്ട്. കുറേ കാശൊക്കെ ഇതിൻ്റെ താഴെ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ അടുത്ത് ഭയങ്കര ചൂടാണ്. അവർ അധികം അടുത്തേക്ക് അലോ ചെയ്യുന്നില്ല. ഒരു വരയൊക്കെ വരച്ചിട്ടുണ്ട്. പിന്നെ ഇതിലൂടെ പോകാനായിട്ട് റൈഡിംഗ് ബൈക്സ് ഉണ്ട്. ഇതൊരു അത്ഭുതകരമായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ഫയർ ടെമ്പിളിലോട്ടാണ്. ഇതാണ് എൻട്രി. ഫയർ മൗണ്ടനും ഫയർ ടെമ്പിളിനും ഒന്നിച്ചാണ് ടിക്കറ്റ്. ഇവിടെയും 3-4 സ്ഥലത്ത് ഇതുപോലെ തീ കത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇതൊരിക്കലും അണയുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും ബാക്കു ബൊളിവാർഡിന് എത്തി. ഇതാണ് പാർട്ട് 1 ഞാൻ പറഞ്ഞിട്ടുള്ള ഫ്ലെയിം ടവർ. ഇത് നൈറ്റ് വ്യൂ ആണ്. അപ്പോൾ ഞാൻ അപ്പം തന്നെ പറഞ്ഞല്ലോ, നല്ല ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് നല്ല ഡെക്കറേറ്റീവ് ആണ്. കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങി ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചു. ഇതാണ് ഞങ്ങളുടെ ഡിന്നർ. ഡേ 6 നമുക്ക് സൈറ്റ് സീയിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം രാവിലെ ആയിരുന്നു ഫ്ലൈറ്റ്. അതുകൊണ്ട് തന്നെ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഒറ്റയ്ക്ക് പോകാൻ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇവർക്ക് ലാംഗ്വേജ് അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ കറൻസി എക്സ്ചേഞ്ച് ചെയ്യുക. അത് എയർപോർട്ടിൽ നിന്നും ചെയ്യാം നമുക്ക്, അല്ലെങ്കിൽ എയർപോർട്ടിൽ നിന്ന് പുറത്തുനിന്നും ചെയ്യാം. പുറത്തുനിന്ന് ചെയ്യാവും ബെറ്റർ എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ സിമ്മും നമുക്ക് പുറത്തുനിന്ന് എടുക്കുന്നതാവും കുറച്ചുകൂടെ നല്ലത്. സിം എടുത്തതിന് ശേഷം ബോൾട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നോർമൽ ടാക്സി വിളിച്ചു കഴിഞ്ഞാൽ അവർ ചോദിക്കുന്ന കാശ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ബോൾട്ടാണ് കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ കുറേ സ്ഥലങ്ങളിലൊക്കെ അവർ ക്രെഡിറ്റ് കാർഡ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് അസർബൈജാൻ എയർപോർട്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, പ്രത്യേകിച്ച് മഡ് വോൾക്കാനോ, ഫയർ മൗണ്ടൻ, കേബിൾ കാറൊക്കെ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.